നമസ്കാരം. മാതൃഭൂമി തൊഴിൽ വാർത്താ സപ്ലിമെൻ്റായ ഹരിശ്രീയിലെ ഏറ്റവും പുതിയ ലക്കത്തിലെ ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഒന്നാമത്തെ ചോദ്യം: ക്ലാസ്സിൽ ടീച്ചർ കാണിക്കുന്ന ചിത്രത്തോട് പഠിതാക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് സംവേദനത്തിലുള്ള വ്യത്യാസമാണ്, പ്രത്യക്ഷണത്തിലുള്ള വ്യത്യാസമാണ്, ആശയരൂപീകരണത്തിലുള്ള വ്യത്യാസമാണ്, സാമാന്യവൽക്കരണത്തിനുള്ള വ്യത്യാസമാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ പ്രത്യക്ഷണ രൂപത്തിലുള്ള വ്യത്യാസം. ക്ലാസ്സിൽ ടീച്ചർ കാണിക്കുന്ന ചിത്രത്തോട് പഠിതാക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് പ്രത്യക്ഷണത്തിൽ പെർസെപ്ഷൻ ഉള്ള വ്യത്യാസമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് ദ ഓൺലി ടൂൾ യു ഹാവ് ഈസ് എ ഹാമർ യു ടെൻ ടു സീ എവറി പ്രോബ്ലം ആസ് എ നെയിൽ. ഇങ്ങനെ പറഞ്ഞ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ ആര്? ഇഫ് ദ ഓൺലി ടൂൾ യു ഹാവ് ഈസ് എ ഹാമർ യു ടെൻ ടു സീ എവറി പ്രോബ്ലം ആസ് എ നെയിൽ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓട്ടോ റാങ്ക്, ക്ലർക്ക് ലിയോണാർഡ് ഹൾ, എബ്രഹാം ഹാരോൾഡ് മാസ്ലോ, എഡ്വേർഡ് ചേസ് ടോൾമാൻ. കറക്റ്റ് ആൻസർ എബ്രഹാം ഹാരോൾഡ് മാസ്ലോ. ഇഫ് ദ ഓൺലി ടൂൾ യു ഹാവ് ഈസ് എ ഹാമർ യു ടെൻ ടു സീ എവറി പ്രോബ്ലം ആസ് എ നെയിൽ. ഇങ്ങനെ പറഞ്ഞത് എബ്രഹാം ഹാരോൾഡ് മാസ്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വ്യക്തി മനഃശാസ്ത്രം ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന ചിന്താധാരയുടെ സ്ഥാപകൻ ആര്? വ്യക്തി മനഃശാസ്ത്രം എന്ന ചിന്താധാരയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻസ്: ആൽഫ്രഡ് ആഡ്ലർ, വില്യം മക്ഡോഗൽ, സ്റ്റീവൻ ആർതർ പിങ്കർ, വില്യം ജെയിംസ്. ഓപ്ഷൻസ്: ആൽഫ്രഡ് ആഡ്ലർ. വ്യക്തി മനഃശാസ്ത്രം എന്ന ചിന്താധാരയുടെ സ്ഥാപകൻ ആൽഫ്രഡ് ആഡ്ലർ. അടുത്ത ക്വസ്റ്റ്യൻ: ജീൻ പിയാഷെയുടെ നിരീക്ഷണമനുസരിച്ച് വൈജ്ഞാനിക വികസനത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത്? ജീൻ പിയാഷെയുടെ നിരീക്ഷണമനുസരിച്ച് വൈജ്ഞാനിക വികസനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത്? ഓപ്ഷൻസ്: ഔപചാരിക മനോവ്യാപാരഘട്ടം, മൂർത്ത മനോവ്യാപാരഘട്ടം, ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ്മനോവ്യാപാരഘട്ടം. ഔപചാരിക മനോവ്യാപാരഘട്ടം, അതായത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂർത്ത മനോവ്യാപാരഘട്ടം, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇന്ദ്രിയ ചാലകഘട്ടം, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ്. പ്രാഗ്മനോവ്യാപാരഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത്? ഓപ്ഷൻസ്: ഡി, പ്രാഗ്മനോവ്യാപാരഘട്ടം, പ്രീ ഓപ്ഷണൽ സ്റ്റേജ്. 5. പ്രൈമറി ക്ലാസുകളിൽ കണ്ടെത്തൽ പഠനത്തിന് ഡിസ്കവറി ലേണിംഗ് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ശക്തമായി മുന്നോട്ട് വച്ചതാരാണ്? പ്രൈമറി ക്ലാസുകളിൽ കണ്ടെത്തൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ശക്തമായി മുന്നോട്ട് വച്ചതാര്? ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, നോം ചോംസ്കി, ഫ്രാൻസിസ് ഗാൾട്ടൺ. ഇതിൽ കറക്റ്റ് ആൻസർ ജെറോം എസ് ബ്രൂണർ. ചെറിയ പ്രൈമറി ക്ലാസുകളിൽ കണ്ടെത്തൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞത് ജെറോം എസ് ബ്രൂണർ. അടുത്ത ക്വസ്റ്റ്യൻ: റോബർട്ട് ഹാവിഗസ് ചുവടെ കൊടുത്ത ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതീത ചിന്ത, മനോസാമൂഹിക വികാസ സങ്കല്പങ്ങൾ, വികസന പ്രവൃത്തി, ട്രയാർക്കിംഗ് സിദ്ധാന്തം. റോബർട്ട് ഹാവിഗസ്റ്റ് ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: വികസന പ്രവൃത്തി, ഡെവലപ്മെൻ്റൽ ടാസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ വൈഗോട്സ്കിയൻ എന്ന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത് ഏതാണ്? വൈഗോട്സ്കിയൻ എന്ന ആശയവുമായി പൊരുത്തപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: സഹകരണാത്മക പഠനം, അതായത് കോഓപ്പറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, കൈത്താങ്ങ് നൽകൽ, സ്കഫോൾഡിംഗ്, ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഇതിൽ ഏതാണ് വൈഗോട്സ്കിയൻ പഠന ആശയവുമായി പൊരുത്തപ്പെടാത്തത്? ആൻസർ: ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ.
അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്ത മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക. ഒഴിവു സമയം നൽകുക, പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക, സ്വയം പഠനത്തിന് അവസരങ്ങൾ നൽകുക, പഠനബോധന പ്രക്രിയകൾ പ്രവർത്തനാധിഷ്ഠിതമാക്കുക. ഇതിലേതൊക്കെയാണ് കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ? ഒഴിവു സമയം നൽകുക, പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക, സ്വയം പഠനത്തിന് അവസരങ്ങൾ നൽകുക, പഠനബോധന പ്രക്രിയകൾ പ്രവർത്തനാധിഷ്ഠിതമാക്കുക. ഉത്തരം ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിലുണ്ടാകുന്ന ഭയം എന്തു പേരിൽ അറിയപ്പെടുന്നു? പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിലുണ്ടാക്കുന്ന ഭയം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ: സോഫോഫോബിയ, സ്കൂളോഫോബിയ, ഫിപ്നോഫോബിയ, ലോണോഫോബിയ. പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിലുണ്ടാക്കുന്ന ഭയം സോഫോഫോബിയ. പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിലുണ്ടാക്കുന്ന ഭയം സോഫോഫോബിയ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: വിശകലന ശേഷി വർദ്ധിപ്പിക്കുക, ഗവേഷണ മനോഭാവം വളർത്തുക, പ്രക്രിയ ശേഷികളിൽ കൂടി കടന്നുപോകാനുള്ള അവസരമൊരുക്കുക, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക. ഇതിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക. ബാക്കിയൊക്കെ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതയാണ്. അതായത് വിശകലന ശേഷി വർദ്ധിപ്പിക്കുക, ഗവേഷണ മനോഭാവം വളർത്തുക, പ്രക്രിയാശേഷികളിൽ കൂടി കടന്നുപോകാനുള്ള അവസരമൊരുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല. ഈ ആശയത്തെ ചുവടെ കൊടുത്ത ഏത് മനഃശാസ്ത്ര ചിന്താധാരയുമായി ബന്ധപ്പെടുത്താം? സമ്പൂർണ്ണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല. ഈ ആശയത്തെ ചുവടെ കൊടുത്ത ഏത് മനഃശാസ്ത്ര ചിന്താധാരയുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് വാദം, ബി ഘടനാവാദം, സി വ്യവഹാരവാദം, ഡി ധർമ്മവാദം. ഇതിൽ കറക്റ്റ് ആൻസർ ഗസ്റ്റാൾട്ട് വാദം. ഗസ്റ്റാൾട്ട് വാദമാണ് സമ്പൂർണ്ണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടീച്ചർ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം: പോസിറ്റീവ് പ്രബലനം മാത്രം, നെഗറ്റീവ് പ്രബലനം, പോസിറ്റീവ് പ്രബലനവും നെഗറ്റീവ് പ്രബലനവും ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ സി പോസിറ്റീവ് പ്രബലനവും നെഗറ്റീവ് പ്രബലനവും. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രമപരാജയ സിദ്ധാന്തത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഓപ്ഷൻസ്: ബി എഫ് സ്കിന്നർ, ഇ എൽ തോണ്ടെക്, ഐ പി പാവ്ലോ, ജെ ബി വാട്സൺ. കറക്റ്റ് ആൻസർ ഇ എൽ തോണ്ടെക്. ശ്രമപരാജയ സിദ്ധാന്തത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ഇ എൽ തോണ്ടെക്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാ സമ്പാദന ഉപാധി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻസ്: നോം ചോസ്കി, ലെഫ് വൈഗോട്സ്കി, ബെഞ്ചമിൻ വാർഫ്, റെയ്മൻ കാറ്റൽ. 14 ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻസ്: നോം ചോംസ്കി, ലെഫ് വൈഗോട്സ്കി, ബെഞ്ചമിൻ വാർഫ്, റെയ്മൻഡ് കാറ്റൽ. ഇവിടെ കറക്റ്റ് ആൻസർ നോം ചോംസ്കി. ഭാഷാ സമ്പാദന ഉപാധി നോം ചോംസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 15ാമത്തെ ക്വസ്റ്റ്യൻ, പ്രക്ഷേപണ പ്രവിധികൾക്ക് പ്രൊജക്റ്റ് ടെക്നിക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: വ്യക്തി ചിത്രീകരണ പരീക്ഷ, ഡ്രോ എ മാൻ ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, സോഷ്യോമെട്രി ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതിൽ പ്രക്ഷേപണ പ്രവിധികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്?
ആൻസർ സോഷ്യോമെട്രി ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 16ാമത്തെ ക്വസ്റ്റ്യൻ. GW ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ മേഖലയിലും വ്യാപരിച്ചു കാണുന്ന സവിശേഷകം ഏതാണ്? അതായത് ട്രെയ്റ്റ്. ഓപ്ഷൻസ്: മാധ്യമ സവിശേഷകം, പ്രമുഖ സവിശേഷകം, പൊതു സവിശേഷകം, ദ്വിതീയ സവിശേഷകം. GW ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൽ എല്ലാ മേഖലയിലും വ്യാപരിച്ച് കാണുന്ന സവിശേഷകം പ്രമുഖ സവിശേഷകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? നിർവികാരത, അനുതാപം, ആത്മനിയന്ത്രണം, സഹാനുഭൂതി. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് സഹാനുഭൂതി, സിമ്പതി. അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത് പഠനം നടക്കാത്ത അവസ്ഥ, പഠിതാവിൻ്റെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ, പഠിതാവിൻ്റെ ചിന്താരീതി, യാന്ത്രികമായ പരിശീലനത്തിൻ്റെ അഭാവം. ഇതിൽ കറക്റ്റ് ആൻസർ പഠിതാവിൻ്റെ ചിന്താരീതി. പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത് പഠിതാവിൻ്റെ ചിന്താരീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ത്? അപഗ്രഥിക്കാൻ അവസരം കുറവുള്ളത്, പ്രശ്ന നിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളും ഉത്തരങ്ങളും ഉള്ളത്, കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത്, പഠിതാവിൻ്റെ ചിന്തയ്ക്ക് ഊന്നൽ നൽകാത്തത്. തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത: ഇതിൽ പ്രശ്ന നിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളും ഉത്തരങ്ങളും ഉള്ളത്. കൂട്ടത്തിൽപ്പെടാത്ത മനഃശാസ്ത്രജ്ഞൻ ആര്? പാവ്ലോവ്, സ്കിന്നർ, തോണ്ടെ, കോഹ്ലർ. കൂട്ടത്തിൽപ്പെടാത്തത് കോഹ്ലർ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ശാരീരിക പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന സർഗ്ഗശേഷിയുള്ള ഒരു കുട്ടിയാണ്. താഴെ പറയുന്നവയിൽ അവളുടെ സ്വഭാവവുമായി ബന്ധമില്ലാത്തത് ഏത്? ആശയങ്ങളുടെ പുതുമ, സംവ്രജന ചിന്ത, വിഭ്രജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി. കറക്റ്റ് ആൻസർ സംവ്രജന ചിന്ത. 22. മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? കൂടുതൽ ഗൃഹപാഠം നൽകുക, ഏകാഗ്രത ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ മാത്രം നൽകുക, അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക, സങ്കീർണമായ പ്രവർത്തനങ്ങൾ നൽകി അതുമായി പൊരുത്തപ്പെടുക. കറക്റ്റ് ആൻസർ സി, അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക. 23ാമത്തെ ക്വസ്റ്റ്യൻ. പഠനബോധന പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാസമയം വിലയിരുത്തി ആവശ്യമായ പിന്തുണ നൽകുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ്? പഠനബോധന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാസമയം വിലയിരുത്തി ആവശ്യമായ പിന്തുണ നൽകുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ്? പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, ഇവയെല്ലാം. ഇതിൽ കറക്റ്റ് ആൻസർ പഠനത്തിനായുള്ള വിലയിരുത്തൽ. 23 ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് പഠിക്കുമെന്ന് തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു. പഠിക്കുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.